ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജാവയിലെ സ്ട്രിംഗ് കോൺകാറ്റനേഷനെ പറ്റിയിട്ടാണ്. സ്ട്രിംഗ് കോൺകാറ്റനേഷൻ ജാവയിൽ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നാമത്തെ രീതി എന്ന് വെച്ചാൽ പ്ലസ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ കോൺകാറ്റനേഷൻ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ കോൺകാറ്റ് എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ജാവയിലൊരു പ്രോഗ്രാം നമ്മൾ എഴുതാൻ പോകുന്നതിന് മുന്നേ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ജാവയിലെ എല്ലാ കാര്യങ്ങളും ഒരു ക്ലാസ്സിനകത്ത് എൻക്ലോസ് ചെയ്തിട്ടായിരിക്കും ഉള്ളത്. അതേപോലെ തന്നെ ഒരു പ്രോഗ്രാം തുടങ്ങുന്നത് മെയിൻ മെത്തേഡ് വെച്ചിട്ടാണ്. ഓക്കെ, ഇതൊരു ബേസിക് സ്ട്രിംഗ് കോൺകാറ്റനേഷൻ ഓപ്പറേറ്ററായ പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഒരു ബേസിക് സിമ്പിൾ പ്രോഗ്രാമാണ്. അതായത് ഞാൻ എൻ്റെ ഫസ്റ്റ് നെയിമിനെ ഒരു വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യും, സെക്കൻഡ് നെയിമിനെ രണ്ടാമതൊരു വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യും, എന്നിട്ട് ഇതിനെ രണ്ടിനെയും കോൺകാറ്റനേറ്റ് ചെയ്യും പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച്. സോ ഇവിടെ ഞാൻ ക്ലാസ് നെയിം ഡോട്ട് ജാവ എന്നുള്ള എക്സ്റ്റെൻഷനോടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. സോ എൻ്റെ ഫയൽ നെയിം എന്ന് വെച്ചാൽ ക്ലാസ് നെയിം എന്താ ഇവിടെ കൊടുത്തേക്കുന്നത്, യുവർ ഫുൾ നെയിമാണ് നമ്മുടെ ക്ലാസ് നെയിം. സോ അതർ ഡോട്ട് ജാവ എന്ന് ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അതിലേക്ക് നമുക്കറിയാം എല്ലാം കോഡും ഒരു ക്ലാസ്സിനകത്ത് എൻക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ നമ്മുടെ മെയിൻ മെത്തേഡ് കൊടുത്തു. അതിനകത്താണ് നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വേരിയബിളിനകത്തോട്ട് എൻ്റെ ഫസ്റ്റ് നെയിമിനെ ഞാൻ എൻട്രി ചെയ്ത് കൊടുക്കും. നെയിം എല്ലാം സ്ട്രിംഗ് വാല്യൂസാണ്, അതുകൊണ്ട് തന്നെ ഡബിൾ കോട്ട്സിനകത്ത് എൻ്റെ പേരിനെ ഞാൻ കൊടുത്തു. അതിനെ ഫസ്റ്റ് നെയിമിനൊരു വേരിയബിളിനകത്തോട്ട് കൊടുത്തു. അതൊരു സ്ട്രിംഗ് ആയതുകൊണ്ട് സ്ട്രിംഗ് ആണ് നമ്മുടെ ഡേറ്റ ടൈപ്പ്. ഓക്കെ, ഇനി ഞാൻ എൻ്റെ സെക്കൻഡ് നെയിമിനെ കൊടുത്തു. ഓക്കെ, അതിനെ ഞാൻ സെക്കൻഡ് നെയിം എന്നുള്ളൊരു വേരിയബിളിനകത്തോട് സ്റ്റോർ ചെയ്ത് വെച്ചു. എൻ്റെ ഡേറ്റ ടൈപ്പ് സ്ട്രിംഗ് ആണ്. അടുത്തത് എനിക്ക് ഡിസ്പ്ലേ ആയി കാണിക്കേണ്ടതാണ്. ജാവയിൽ ഡിസ്പ്ലേ ആയി കാണിക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റ് എന്തുവാ, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ്. ഒരു കാര്യം ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ജാവയിലെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും സെമിക്കോളൻ വെച്ചിട്ടായിരിക്കണം എൻഡ് ചെയ്യേണ്ടത്. സോ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് എല്ലാമാണ് നമ്മളുടെ ഡിസ്പ്ലേ ആയി കാണിക്കേണ്ടത്. എനിക്ക് സ്ക്രീനിൽ ഔട്ട്പുട്ട് എങ്ങനെയാണ് കാണേണ്ടതെന്ന് വെച്ചാൽ മൈ നെയിം ഈസ് എന്ന് പറഞ്ഞാണ് എൻ്റെ ഈ രണ്ട് വേരിയബിൾസിനകത്ത് സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂവിനെ എനിക്ക് ഔട്ട്പുട്ടായിട്ട് കാണേണ്ടത്. സോ ഞാൻ മൈ നെയിം ഈസ് എന്ന് കൊടുത്തു. അത് ഡബിൾ കോട്ട്സിനകത്താണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഡിസ്പ്ലേ ആയി കാണിക്കേണ്ടത്, ഇപ്പം മൈ നെയിം ഈസ് എന്ന് പകരം നിങ്ങൾക്ക് ഹായ് എന്നാണ് കൊടുക്കേണ്ടതെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇവിടെ ഞാൻ മൈ നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് പ്ലസ് ഫസ്റ്റ് നെയിം എന്ന് കൊടുത്താൽ ഫസ്റ്റ് നെയിം എന്നുള്ള വേരിയബിളിനകത്ത് എന്ത് വാല്യൂ സ്റ്റോർ ആയിക്കടേ, നീനു എന്നുള്ള വാല്യൂ ഡിസ്പ്ലേ ആകും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു പ്ലസ് ഇട്ടതിന് ശേഷം ഞാൻ ഒരു ഡബിൾ കോട്ട്സിനകത്ത് ഒന്നും കൊടുക്കാതെ ഒരു സ്പേസ് മാത്രം ഇട്ട് കൊടുത്തു. സോ വിച്ച് മീൻസ് ദാറ്റ് അവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് ക്രിയേറ്റ് ആവുകയാണ്. എന്നിട്ട് ഞാൻ പ്ലസ് സെക്കൻഡ് നെയിം എന്നും കൂടെ കൊടുക്കും. സോ അവിടെ എൻ്റെ സെക്കൻഡ് നെയിം എന്ന വേരിയബിൾ ഏതാണ്, സെക്കൻഡ് നെയിം അല്ലേ. സോ അവിടെ കൊടുത്തിട്ടുള്ള വാല്യൂ ഡിസ്പ്ലേ ആയി കാണിക്കും. സോ ഞാൻ ഇത്രയും ചെയ്തതിന് ശേഷം സേവ് ചെയ്തു, കൺട്രോളേഴ്സ് കൊടുത്ത് സേവ് ചെയ്തു, റൺ ചെയ്യുവാണ്. റൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. സോ ഇവിടെ എനിക്ക് ഔട്ട്പുട്ട് വരുന്ന മൈ നെയിം ഇസ് നീനു നൈന എന്നാണ്. അവിടെ ആ ഈസിൻ്റെയും പേരിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഇല്ല. സോ ഞാൻ അവിടെ സ്പേസ് ഇട്ട് കൊടുക്കുവാണ്. ഓക്കെ, അവിടെ ഞാനൊരു സ്പേസ് ഇട്ട് കൊടുത്തു. സ്പേസ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ അത് രണ്ടും കൂടെ ഒരുമിച്ച് വരും. സോ അതുകൊണ്ടാണ് ഞാൻ സ്പേസ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഒന്നുകൂടി സേവ് ചെയ്തു, റൺ ചെയ്തു. ഔട്ട്പുട്ട് മൈ നെയിം ഇസ് നീനു നൈന എന്ന ഔട്ട്പുട്ട് ഡിസ്പ്ലേ ആയി കാണിച്ചു. ഞാനത് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി കാണിക്കാം. ഓക്കെ, സോ നൗ നിങ്ങൾക്ക് എല്ലാം വിസിബിളായി കാണുമല്ലോ. സോ ഇതൊരു സിമ്പിൾ പ്രോഗ്രാം ആയിരുന്നു, സ്ട്രിംഗ് കോൺകാറ്റനേഷൻ്റെ.